സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിനെ അറിയാമോ? പറയൂ. എന്തറിയാം? എത്രമാത്രം അറിയാം? 4 അന്ധന്മാർ ഒരു ദിവസം ഒരു ആനയെ കാണുവാൻ വേണ്ടി പോയി. ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ഒരുത്തൻ പോയി. അവൻ ചെന്നിട്ട് അതിന്റെ പുറം തപ്പി നോക്കിയിട്ട് പറഞ്ഞു, എടാ ആനയെന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒരു പാറയാ. രണ്ടാമത്തവൻ പറഞ്ഞു, എടാ പോടാ ചുമ്മാ പറയാം, ഞാൻ തന്നെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി നോക്കി. ആനയുടെ തുമ്പിക്കൈ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എടാ ആനയെന്ന് പറഞ്ഞാൽ ഒരു കുടില് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പോടാ ഞാൻ തന്നെ നോക്കാമെന്ന് പറഞ്ഞ അടുത്ത ആൾ പോയി. അവൻ ചെന്നിട്ട് വാല് പിടിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എടാ ആനയെന്ന് പറഞ്ഞാൽ അത് കുഴലുമല്ല, അത് പാറയുമല്ല, അതൊരു കുറ്റിച്ചൂല് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത ആൾ ഞാൻ നല്ലവണ്ണം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ചെന്ന് കാല് പിടിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, എടാ ആനയെന്ന് പറഞ്ഞാൽ അത് പാറയുമല്ല, കുഴലുമല്ല, ചൂലുമല്ല, അതൊരു തൂണ് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഈ കാലത്ത് യേശുക്രിസ്തുവിനെ ഒരല്പം മാത്രം അറിഞ്ഞിട്ട് ഇതാണ് യേശുക്രിസ്തു, ഇതാണ് യേശുക്രിസ്തു, ഇതാണ് യേശുക്രിസ്തു, ഞാൻ മാത്രം അറിയുന്നു, ഞാനാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചത് എന്നൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുകയാണ്. യഥാർത്ഥമായും ഇവരെല്ലാം പറയുന്നത് കൂടുമ്പോഴാണ് ആനയാകുന്നത്. ഇവരെല്ലാം പറയുന്നത് ശരിയാണ്, എന്നാൽ അതൊന്നും പറയുമ്പോൾ അത് പൂർണ്ണമാകുന്നില്ല. ഇത്ര വലിയൊരു മൃഗത്തെ ഒരു പാറയായും ഒരു തൂണായും മനസ്സിലാക്കി, എന്നാൽ അവർ അതിന്റെ കാര്യത്തെ വ്യക്തമായി അറിയുന്നില്ല. എത്ര ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാലും, എത്രയോ സന്ദേശങ്ങൾ ദിനംതോറും കേട്ടാലും, എന്റെ കാര്യം പറഞ്ഞ 45 വർഷങ്ങളായിട്ട് എത്രയോ പ്രാവശ്യം വേദപുസ്തകം വായിച്ചു തീർത്തിട്ടും ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ്? ഇനിയും എത്രയോ മർമ്മങ്ങളുണ്ട്, ഇനിയും എത്രയോ സത്യങ്ങളുണ്ട്, ഇനിയും എത്രയോ വിഷയങ്ങളുണ്ട്. ഓരോരോ സന്ദർഭങ്ങളിലും ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവ് ആ കാര്യം വെളിപ്പെടുത്തി തരുന്നത് അല്ലാതെ സമ്പൂർണമായിട്ട് നാം ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്തിനാണ് ക്രിസ്തീയ മീറ്റിങ്ങുകൾക്ക് വേണ്ടി വരുന്നത്? എന്താണ് അറിയേണ്ടത്? എനിക്കെല്ലാം കർത്താവിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ക്രിസ്തീയ മീറ്റിംഗിൽ വരുന്നത്? ഇനിയും നാം അറിയണം. പൗലോസ് പറയുകയാണ്, ഞാൻ ഇനിയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ അറിയുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നോക്കൂ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചു ഞാൻ അവന്റെ നിമിത്തം എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇനിയും എനിക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സഭയിൽ വരുന്ന ആളുകൾ സങ്കുചിതമായ ഒരു മനോഭാവത്തോടു കൂടി ഇരിക്കരുത്. എനിക്ക് യേശുവിനെ കുറിച്ചെല്ലാം അറിയാമെന്ന ഭാവത്തോടു കൂടി ഇരിക്കരുത്. ഞാൻ ഈ ലോകത്തിൽ വലിയൊരു വിശ്വാസി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെക്കാൾ വലിയ വിശ്വാസികളുണ്ട്, നിങ്ങളെക്കാൾ വലിയ പ്രാർത്ഥനാ മനുഷ്യരുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ ത്യാഗം ചെയ്യുന്നവരുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ടവരുണ്ട്. അന്ന് ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ നിന്റെ മുൻപിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നെന്ന്. അല്ല, നിന്നേക്കാൾ ഒരുപാട് ആളുകളുണ്ട്, പരിശുദ്ധമായി ജീവിക്കുന്നവർ ആളുകൾ എന്ന് ദൈവം പറഞ്ഞു കൊടുത്തു. ഇന്ന് ക്രിസ്തീയ ഭക്തി എന്താണെന്ന് വെച്ചാൽ, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാ കാര്യവും അറിയാം. ഒരു കാര്യം മനസ്സിലാക്കൂ, സോക്രട്ടീസ് എന്നു പേരുള്ള വലിയ തത്വജ്ഞാനി എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ അനേക തത്വജ്ഞാനങ്ങൾ പഠിച്ച് അനേക പരീക്ഷകൾ നടത്തിയിട്ട് മനസ്സിലായ എന്താണെന്ന് അറിയാമോ? എനിക്കറിയാവുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. എന്താണ്? വലിയ തത്വജ്ഞാനിയായവന്, ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ വ്യക്തിക്ക്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അനേകരെ തത്വജ്ഞാനം പഠിപ്പിക്കുന്ന ആ വ്യക്തിക്ക് അവസാനം എന്താണ് പറഞ്ഞത്? ഒന്നും അറിയില്ലെന്ന്. നാം ഒന്നും അറിയാഞ്ഞിട്ടും എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. നമുക്കെന്തറിയാം? ഈ ദിവസം എനിക്ക് യേശുവിനെ കുറിച്ച് അറിയണം. അവന്റെ സ്നേഹം എത്ര ഉയരമുള്ളതാണ്, എത്ര ആഴമുള്ളതാണ്, എത്ര വിസ്താരമാണ്. വിശ്വാസികളായിരിക്കും നാം എല്ലാം ചേർന്ന്
അന്വേഷിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. ഓരോരുത്തരും അന്വേഷിച്ചിട്ട് എന്റെ യേശു ഇങ്ങനെയാണ്, എന്റെ യേശു ഇങ്ങനെയാണ്, എന്റെ യേശു ഇങ്ങനെയാണെന്ന് വലിയ ജ്ഞാനികളായി മാറുകയാണല്ലോ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ നാം എല്ലാവരും ചേർന്ന് വിവരിച്ചാലും അത് വിവരിക്കുവാൻ കഴിയില്ല. യേശുവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ, ഇവരുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ, അവന് നിന്നെക്കുറിച്ചുള്ളതായ പദ്ധതികൾ, എന്നെക്കുറിച്ചുള്ളതായ പദ്ധതികൾ, അത് അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുക്രിസ്തുവിനെ അറിയുന്ന വ്യക്തി തന്റെ അവസ്ഥയെ അറിയുന്നു. തന്റെ അവസ്ഥയെ അറിയുന്ന വ്യക്തി യേശുക്രിസ്തുവിലുള്ള മഹത്വത്തെ അറിയുന്നു. ക്രിസ്ത്യാനികളെ, വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരെ, നിങ്ങൾ യേശുവിനെ അറിയുന്നുണ്ടോ? ക്രിസ്തുവിനെ ആരാധിക്കാൻ സഭയിൽ വന്നിട്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടി സ്തോത്രകാഴ്ചയൊക്കെ ഇട്ട് പ്രസംഗമൊക്കെ കേട്ടിട്ട് പോകുവാനുള്ളതല്ല. യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയുവാൻ ശ്രമിക്കണം. അവനെ അറിയുന്നത് കാരണമായി നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സമാധാനം വരേണ്ടതായിട്ടുണ്ട്. ജയ്പാലിനെ കാണാൻ വേണ്ടിയല്ല നിങ്ങളിവിടെ വരേണ്ടത്. എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവായി നമുക്ക് സമാധാനമുണ്ടായിരിക്കണം, നമുക്ക് ഒരു നിരപ്പ് ഉണ്ടായിരിക്കണം. ദൈവത്തെ ദുഃഖിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നീ പലയിടത്തും വീണുപോകുന്നു, പലപ്പോഴും നീ തകർന്നു പോകുന്നു, അനേക പ്രാവശ്യവും നീ തെറ്റ് ചെയ്യുന്നു. പലപ്പോഴും നിനക്ക് വിശുദ്ധിയോടായിരിക്കാൻ കഴിയുന്നില്ല, വിടുതൽ പ്രാപിക്കുന്നില്ല, സമാധാനമില്ല, മനഃശാന്തി ഇല്ല. നീ വീണുപോയി, നീ തെറ്റിപ്പോയി, തകർന്നുപോയി. മീറ്റിംഗിന് വരുന്നുണ്ട്, പോകുന്നുണ്ട്, വലിയ ഭക്തനാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള സഭകളിലേക്ക് വരുന്ന സമയത്ത് നീ അറിയേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തോട് സമാധാനമുള്ളവനായിരിക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങൾക്കും ദൈവത്തിനും മധ്യേ തടസ്സമായിട്ട്. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കുമെന്ന് ദൈവം പറഞ്ഞില്ലേ? ഇന്ന് വചനം കേൾക്കുന്നതായ നിങ്ങൾ, എനിക്ക് ശത്രുക്കൾ ആരും തന്നെ ഇല്ല, എന്നെ വിഷമിപ്പിക്കുന്നവർ അനേകർ ഉണ്ട്, എനിക്ക് അന്യായം ചെയ്യുന്നവർ അനേകർ ഉണ്ട്, എന്നെ വഞ്ചിക്കുന്നവർ അനേകം ആളുകളുണ്ട്, എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരോടെല്ലാം ഞാൻ ക്ഷമിച്ചു എന്ന് പറയാൻ കഴിയുമോ? ആ കോപമെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് യേശുക്രിസ്തുവേ എന്നോട് ക്ഷമിക്കണമേ. എത്രമാത്രം ക്ഷമിക്കും? നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ അവൻ നിങ്ങളോട് ക്ഷമിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അനേകം ആളുകൾ സഭയിൽ വരുമ്പോൾ വഴക്കുണ്ടാക്കി വന്നിട്ട് ആരാധനയ്ക്ക് സമയമായി പോയിട്ട് വന്നിട്ട് കാണാമെന്ന് പറയുന്നവരുണ്ട്. അതായത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് വീണ്ടും വഴക്കുണ്ടാക്കാനാണ്. എന്താണ് ചെയ്യുന്ന പണികൾ? കുറച്ചു നേരം പോസ്റ്റ്പോൺ ചെയ്തിട്ട് ദൈവത്തിന് സമയം കൊടുത്ത് വീണ്ടും ചെന്നിട്ട് നീചപ്രവൃത്തികൾ ചെയ്യുന്ന ക്രിസ്ത്യാനികൾ എത്രയോ ആളുകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ വഴികളെ വിട്ടുതിരിവിൻ, നിങ്ങളുടെ ആലോചനകളെ ഉപേക്ഷിക്കുവിൻ, നിങ്ങളുടെ പദ്ധതികൾ മാറ്റുവിൻ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നാളെ എന്തു ചെയ്യണം, എവിടേക്ക് പോകണം, നാളെ ആരെ തല്ലണം, എവിടെ പോയി മദ്യപിക്കണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, ഏത് സിനിമയ്ക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ചിന്തിച്ചാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. നമുക്ക് ഇന്ന് തന്നെ അവരുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ അവരെ കൈകാര്യം ചെയ്യണം, അവരുടെ കാര്യങ്ങൾ തീരുമാനമാക്കണം. വന്നിട്ട് നമുക്ക് മീറ്റിംഗിന് വീണ്ടും സന്ധിക്കാം എന്ന് പറഞ്ഞു പോകുന്നവർ, ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ട്. ഇതെങ്ങനെ സാധ്യമാകും? അതെങ്ങനെ നടക്കും? നിന്റെ ദുഷ്ടചിന്തകൾ മാറണം, നിന്റെ ദുഷ്ടപ്രവർത്തികൾ ഉപേക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ 8-ാം വാക്യം, നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെയും വഴികൾ അല്ല. നിങ്ങളുടെ വഴികൾ വേറെ, എന്റെ വഴികളും വേറെ. നിങ്ങളുടെ ആലോചനകൾ വേറെ, എന്റെ ആലോചനകളും വേറെ. നിങ്ങളുടെ വഴികളിലൂടെ നീ വന്നാൽ എന്റെ വഴികളിലൂടെ നീ തിരിച്ചു പോകണം. നിങ്ങളുടെ ആലോചനകളോടെ നിങ്ങൾ വന്നു, എന്റെ ആലോചനകളാൽ നിറഞ്ഞു നിങ്ങൾ പോകണം. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ സഭ. വിജയിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യർ വരുന്നത് പ്രധാനമല്ല, അത്ഭുതം നടക്കുന്ന പ്രധാനമല്ല. വരുന്ന ആളുകൾ അവരുടെ ചിന്തകൾ, ദുഷ്ടചിന്തകൾ വിട്ടിട്ട്, ദുഷ്ട ആലോചനകൾ വിട്ട് ദൈവത്തോട് സമാധാനപ്പെട്ട്, അവരുടെ വിശപ്പടങ്ങി, അവരുടെ ദാഹം തീർന്ന്, അവർ സമാധാനപ്പെട്ട് ദൈവത്തോട് സമാധാനമുള്ളവരായി തീർന്ന് അവർ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുമായി തിരിച്ചു പോകുന്നത് യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തി. ഇല്ലെങ്കിൽ നമ്മൾ എത്ര സഭയിൽ പോയാലും ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ആലോചനകൾ വേറെയാണ്. ഇന്ന് സഭയിൽ വരുന്ന ആളുകളും പലതരത്തിലുള്ള ആലോചനകളുമായിട്ടാണ് വരുന്നത്. ചിലർ കേൾക്കാമെന്ന് വിചാരിച്ച്, ചിലർ കൈകളടിക്കാമല്ലോ എന്ന് വിചാരിച്ച്, അങ്ങനെ ചിലർ പല രീതിയിലുള്ള ആലോചനകളുമായിട്ടാണ് ആളുകൾ വരുന്നത്. കൂട്ടുകാരോട് ചേർന്ന് നിന്നിട്ട് സംസാരിച്ച് സമയം കളയാം. അങ്ങനെയുള്ളതായി നിങ്ങളുടെ വിചാരങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് കളയുക. ശൗലിന്റെ കഴുതകൾ വഴിതെറ്റിപ്പോയി. ശൗലിന് കുറെ കഴുതകളുണ്ട്. ആ കഴുതകൾ കൂട്ടം തെറ്റിപ്പോയി. ആ കഴുതൽ കൂട്ടം തെറ്റിപ്പോയ സമയത്ത് ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് പോയി നോക്കിയേക്കാം, അപ്പോൾ പ്രവചനങ്ങൾ നടത്തും, അങ്ങനെ കഴുതയെ കണ്ടുപിടിക്കുവാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് ശമൂവേലിന്റെ അടുക്കിലേക്ക് വരുവാനിടയായി. എന്തിനാണ് വന്നത്? കഴുതകൾ വഴിതെറ്റിപ്പോയി അതിനെ കണ്ടുപിടിക്കാനാണ് വന്നത്. എന്നാൽ ദൈവം അവനോട് എന്താണ് സംസാരിച്ചത്? നിന്നെ ഞാൻ ഇസ്രായേലിന്
രാജാവാക്കി മാറ്റും. നിന്റെ ചിന്തകൾ കഴുതുകളെ മേയ്ക്കുന്നതിനെ കുറിച്ചാണ്, എന്റെ ചിന്തകൾ രാജാവാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ്. നിന്റെ ചിന്തകൾ എങ്ങനെയാണ്? ചോക്കോബാർ ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്? ചോക്കോബാർ ചിന്തകൾ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഒരു അന്ധനെ നിങ്ങൾക്കറിയില്ലേ? ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാട്ടണമേ എന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്നു. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്താണ് മോനെ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു 10 രൂപ തരണം, എനിക്കൊരു ചായ വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരണം എന്നൊന്നും പറഞ്ഞു. അവൻ എന്താണ് ചോദിച്ചത്? കർത്താവിനോട് എന്താണ് പറഞ്ഞത്? അങ്ങേ കാണണമെന്ന് പറഞ്ഞു. കാഴ്ച പോലും ചോദിച്ചില്ല, അങ്ങേ കാണണമെന്ന് പറഞ്ഞു. കർത്താവേ, അങ്ങേ കാണണമെന്ന് പറഞ്ഞു. ശരി, കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കണ്ണുകളെ തൊട്ടപ്പോൾ തന്നെ തിമിരം ഇളകി മാറിയിട്ട് കർത്താവിനെ കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? പണമാണോ? സമ്പത്താണോ? വസ്തുവാണോ? വീടാണോ? ലോകത്തെ സംബന്ധിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണോ? കഴുതകളെ കിട്ടുമെന്നാണോ? കഴുതകൾക്ക് വേണ്ടി ചെന്നാൽ നിന്റെ വിചാരങ്ങളല്ല, നിന്റെ വിചാരങ്ങൾ വ്യർത്ഥമായ വിചാരങ്ങളാണ്. ചീപ്പ് തോട്ട്സ്. ടെമ്പററിയായ കാര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. എനിക്ക് നിന്റെ മേൽ വലിയൊരു പദ്ധതിയുണ്ട്. നിന്നെ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തകൾ നാം ഉപേക്ഷിച്ചെങ്കിലേ ദൈവത്തിന്റെ ആലോചനകളെ അറിയുവാൻ കഴിയൂ. ഞാൻ ആക്ടറാവാൻ വേണ്ടി വിചാരിച്ചു. പിതാവിനെ കുറിച്ച് ഡോക്ടറാക്കാൻ ആഗ്രഹിച്ചു. ഒരു ജാതകം നോക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്ന് കൈ കാണിച്ച് ചോദിച്ചു, ആക്ടറാകുമോ ഡോക്ടറാകുമോ എന്ന്. ഇപ്പോഴല്ല, മാനസാന്തരപ്പെടുന്നതിന് മുമ്പാണ്. ആക്ടറാവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുസ്തകങ്ങൾ മാറ്റിവെച്ചിട്ട് സിനിമകൾ കാണാൻ തുടങ്ങി. സിനിമ നടനാകാൻ വേണ്ടി ശ്രമിച്ചു. മേക്കപ്പ് ടെസ്റ്റുകളിലേക്ക് പോയി. ആ കുഴിയിൽ വീണായിരുന്നെങ്കിൽ ഈ സമയത്ത് എനിക്ക് ഓരോ സിനിമാ നടന്മാർ മുഖാന്തരം യൗവനക്കാർ എത്ര പേരാണ് നശിച്ചു പോകുന്നത്? സിനിമാ നടന്മാരെ കണ്ടുപിടിക്കുന്ന യൗവനക്കാർ അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? എത്രയോ ആളുകൾ സിനിമയിലെ സ്നേഹത്തെയും സിനിമയിലെ കാര്യങ്ങളെയും കണ്ട് അനുഗ്രഹിച്ച് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആയിപ്പോയിരുന്നുവെങ്കിൽ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ഞാൻ ഒരു ശാപമായി മാറുമായിരുന്നു. എന്റെ ആലോചനകൾ ഒന്നിനും കൊള്ളാത്തവയാണ്. എന്നാൽ ദൈവത്തിന്റെ ആലോചനകൾ, എടാ, നീ എന്റെ നാമത്തിന് വേണ്ടി സ്റ്റേജിൽ നിൽക്കണം, എന്റെ സ്നേഹം നീ പ്രസംഗിക്കണം, എടാ, എന്റെ സുവിശേഷം നീ പറയണം. നിനക്കുള്ള ആഴകം, നിനക്കുള്ള ആരോഗ്യം, നിനക്കുള്ള ബലവും ആരോഗ്യമെല്ലാം അത് എന്റേതാണ്, എനിക്ക് നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ മാനസാന്തരപ്പെട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. കർത്താവ് തന്റെ കരങ്ങൾ എന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടോ? പൗലോസ് ശൗലായിരുന്ന സമയത്ത് ക്രിസ്തീയ സഭകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. തന്റെ മതം അനുസരിച്ചവൻ അങ്ങനെ പ്രവർത്തിച്ചു. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നവരെ അവൻ ഉപദ്രവിച്ചു. എന്നാൽ യേശുക്രിസ്തു ദമസ്കോസിന്റെ വഴിയിൽ വെച്ച് അവനെ ദർശിച്ച സമയത്ത്, ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ദർശനം കിട്ടിയപ്പോൾ ആ കുതിരപ്പുറത്ത് നിന്ന് അവൻ തൽക്ഷണം താഴെ വീഴുവാനിടയായി. പിന്നീട് അവന്റെ അകക്കണ്ണ് തുറക്കുവാനിടയായി. പിന്നീട് അവൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, നീ ആരാണ്? ഞാൻ നീ ഉപദ്രവിക്കുന്നതായ ക്രിസ്തുവാകുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ എന്തിനാണ് കർത്താവെ പിടിച്ചത്? എന്നെ എന്തിനാണ് കർത്താവെ ദർശിച്ചത്? എന്നെ എന്തിനാണ് നീ വിളിച്ചത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്നെ ഞാൻ ജാതികൾക്ക് സാക്ഷിയായി നിർത്തും. പോകൂ. ആ ദിവസം മുതൽ പൗലോസിന്റെ മേൽ ദൈവം എത്രയോ ആലോചനകളുമായിട്ടാണ് ഇരുന്നത്. അവനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, പുതിയ നിയമത്തിൽ യേശുവിനെ പോലെ ജീവിച്ചതായ ദൈവദാസനായി, ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ ചെയ്തതായ ഒരു ദൈവദാസനായി നമുക്കവനെ കാണുവാൻ കഴിയും. നിന്റെ മേൽ ദൈവത്തിന് എത്രയോ ആലോചന ഉണ്ടായിരിക്കും. ഭാരതത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ, മരണം വന്നാലും ഉപദ്രവം വന്നാലും ആപത്ത് വന്നാലും വാള് വന്നാലും യേശുക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ബീജം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കണം. കാറ്റത്ത് പറന്നു പോകുന്ന പട്ടം പോലെ ആയിരിക്കരുത് നമ്മുടെ ഭക്തി. എന്തു കാര്യമായാലും യേശുക്രിസ്തുവിന് വേണ്ടി അത് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ ഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. ഈ അന്ത്യകാലത്ത് ജനങ്ങൾ വിവാഹം കഴിച്ചും കഴിപ്പിച്ചും കൊണ്ടും കൊടുത്തും വാങ്ങിച്ചും വിറ്റും വ്യാപാരത്താൽ നിറഞ്ഞിരിക്കുന്നതായ ലോകകാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് ഒരു വ്യക്തി യേശുവിന് വേണ്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ചിന്തകൾ നീ മനസ്സിലാക്കണം. അവന്റെ ആത്മാവിനാൽ നീ നിറയണം. അവന്റെ സാക്ഷിയായി നീ നിൽക്കണം. അപ്പോഴേ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. പ്രിയ സഹോദര സഹോദരി, നീ യൗവനക്കാരനായാലും മുതിർന്ന ആളായാലും വൃദ്ധനായാലും നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നും അവന്റെ ചിന്തകൾ നീ അറിയണമെന്നും അവന്റെ മാർഗത്തിൽ നീ നടക്കണമെന്നും നീ അഭിവൃദ്ധിയുടെ വഴിയിലൂടെ പോകണമെന്ന്, നീ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ പോകണമെന്ന്, നിന്റെ ചുറ്റുമുള്ള അനേകം ആളുകൾക്ക് നീ പ്രയോജനകരമായ ജീവിതം നയിക്കണമെന്നും നിന്റെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നീ മുൻപോട്ട് പോകണമെന്നും ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി, ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി, ദൈവത്തിന്റെ ഹിതത്തോടുകൂടി തിരികെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം.
കർത്താവേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ ആലോചനകൾ എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. എനിക്കൊന്നും സാധിക്കാതെ എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നു. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഞാൻ നശിച്ചുപോയി. എൻ്റെ സ്വന്തം ആലോചനയിൽ കൂടി പോയി നഷ്ടങ്ങൾ സംഭവിച്ചു. എന്തോ സാധിക്കാമെന്ന് വിചാരിച്ചെന്നാൽ ഉള്ളത് നഷ്ടപ്പെടുത്തി. നിന്റെ ഹിതം വേണം ദൈവമേ. നിന്റെ ഉദ്ദേശങ്ങൾ അറിയണമേ കർത്താവേ. അങ്ങയോട് സമാധാനത്തോടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ കർത്താവേ. നിന്റെ പാദത്തെങ്കിൽ ഞാൻ പശ്ചാത്താപത്തോടെ വരുന്നു. നാളെയല്ല, ഇതാണ് അനുകൂലമായ സമയം. ഇതാണ് രക്ഷാ ദിവസം. ഇന്നത്തെ ദിവസം ദൈവം അവന്റെ സന്നിധിയിൽ നമ്മളെ കൂട്ടിവരുത്തി. നാളെ ഒരു ദിവസം നാം ജീവനോടെ ആയിരിക്കുമോ എന്ന് നമുക്ക് അറിയുകയില്ല. നാളത്തെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ 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 ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ അവൻ തൊടുന്നതിന് വേണ്ടി, നിന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി, നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നീ സമാധാനമുള്ളവനായിരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ പോവുകയാണ്. ആ കർത്താവിനോട് തിരിച്ചു പറയൂ, എന്നെ അനുഗ്രഹിക്കൂ കർത്താവേ, എന്നെ സഹായിക്കണമേ ദൈവമേ. നിന്റെ ആലോചനകൾ എന്നെ അറിയിക്കണമേ. നിന്റെ ഉദ്ദേശങ്ങൾ എന്നെ അറിയിക്കണമേ. എന്റെ ദുഷ്ടമാർഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ പാപപ്രവൃത്തികൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ദോഷപ്രവൃത്തികൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ സ്വന്തം നിരൂപണം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്റെ ലോകപ്രകാരമായ ചിന്തകൾ ഞാൻ ഉപേക്ഷിക്കുന്നു കർത്താവേ. എന്നെക്കുറിച്ച് നിന്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണോ? എന്റെ മാതാവിന്റെ ഉദരത്തിൽ എന്നെ നിർമ്മിച്ചപ്പോൾ എന്നെ അറിഞ്ഞതായ കർത്താവേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയിക്കുമാറാകണമേ. ഇന്ന് നമുക്ക് വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനത്താലും ശാന്തിയാലും നിറയുമാറാകട്ടെ. പുതിയ ജീവിതവും പുതിയ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ പ്രാപിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. அது நீசரின் தரிசனம், தேவநேசத்தின் தரிசனம். கல்வாரி தரிசனம், அது நீசரின் தரிசனம், தேவநேசத்தின் தரிசனம். യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.